ക്ഷമ എന്നത് അതൊരു അടിസ്ഥാന ഉപദേശമാണ്. എവിടെയാണ് കർത്താവ് ക്ഷമിച്ചത്? കൊലോസ്യലേഖനം 2-ാം അധ്യായം 13-14 വാക്യത്തിൽ വേദപുസ്തകം പറയുന്നു, അതിക്രമങ്ങളിൽ നിങ്ങളുടെ ജഡത്തിൻ്റെ അഗ്രചമൃത്തം മരിച്ചവരായ നിങ്ങളെയും അവൻ അവനോടുകൂടെ ജീവിപ്പിച്ച 14-ാം വാക്യം, അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലമായിരുന്ന കയ്യെഴുത്ത് മായ്ച്ച് ക്രൂശിൽ തറച്ച്. ആദ്യത്തെ ലൈനിൽ എഴുതിയിരിക്കുന്നു, അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച. ലാസ്റ്റ് വാക്യം വായിച്ചാട്ടെ, അവസാനത്തെ ലൈൻ വായിച്ചാട്ടെ, ക്രൂശിൽ തറച്ച്. സോ ക്രൂശ് അതൊരു ക്ഷമയുടെ സ്ഥലമാണ്. ക്രൂശിൽ 2 സ്റ്റംപാണുള്ളത്, ഒന്ന് വെർട്ടിക്കൽ, മറ്റൊന്ന് ഹൊറിസോണ്ടൽ. ഒന്നാമത് സ്തോത്രം, ദൈവം നമ്മോട് ക്ഷമിച്ചു, അതാണ് വെർട്ടിക്കൽ. ഒന്ന്, ദൈവം നമ്മോട് ക്ഷമിച്ചു, നല്ല കാര്യം. നിങ്ങളുടെയും എൻ്റെയും എണ്ണമറ്റ പാപങ്ങളെ ദൈവം ക്ഷമിച്ചു. അതുകൊണ്ടാണ് നാം ജീവനോടെ ആയിരിക്കുന്നത്. കേട്ടിട്ടില്ലേ യേശുപ്പച്ചൻ പറഞ്ഞത്? സ്തോത്രം, 1 വർഷം കൂടെ നിൽക്കട്ടെ, ഫലം തന്നില്ലെങ്കിൽ വെട്ടിക്കളയാം. 2025 ഇത്രത്തോളം ദൈവത്തിന് കൃപയാൽ ഐസിയിൽ കിടന്ന് പതറാതെ ആരോഗ്യത്തോടെ നിൽക്കുന്നത് ദൈവം നിന്നോട് ക്ഷമിച്ചത് കൊണ്ടാണ്. ജീവനോടാണ് ദേശത്ത് നീ നിൽക്കുന്നത് ദൈവം നിന്നോട് ക്ഷമിച്ചത് കൊണ്ടാണ്. നിന്റെ ഭവനത്തിൽ കരിങ്കൊടി പൊങ്ങാതെ, എണ്ണത്തിൽ കുറയാതെ നിൽക്കുന്നത് ദൈവം നിന്നോട് ക്ഷമിച്ചത് കൊണ്ടാണ്. നല്ലതേപോലെ ഒരു ഹൊറിസോണ്ടൽ സ്പാൻ കൂടിയുണ്ട്. ദൈവത്തോട് ക്ഷമിച്ചു എങ്കിൽ തിരുവചനം പറയുന്നു, മനുഷ്യരോട് ക്ഷമിക്കേണ്ടതായ കടമ നമുക്കുണ്ട്. ഒരിക്കൽ കൂടെ, ദൈവത്തോട് ക്ഷമിച്ചെങ്കിൽ ആ ഹോറിസോണ്ടൽ സ്പാൻ പറയുന്നു. വെർട്ടിക്കൽ, ദൈവം നമ്മോട് ക്ഷമിക്കുന്നു. 2, ഹോറിസോണ്ടൽ, മനുഷ്യരോട് നിങ്ങളെ ഞാൻ ക്ഷമിപ്പാൻ ബാധ്യസ്ഥരാണ്. കാരണം ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ.